ചേട്ടാ നമസ്കാരം. നമസ്കാരം. മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ യുദ്ധം മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ ഇന്നലെ നമ്മള് അമേരിക്ക 5000 പൗണ്ട് ബോംബിട്ടല്ലോ ഇവിടെ ഇറാനിൽ ഹോർമൂസിന്റെ അടുത്ത്. അപ്പൊ ഞാൻ ഇന്നലെ വിഷമിച്ചുകൊണ്ട് ചോദിച്ചു ഈ യുദ്ധം എന്നാണ് തീരുക. എന്റെ ജെന്യുവിനായിട്ടുള്ള എന്റെ ഒരു റിഗ്രറ്റ് ആയിരുന്നു അത്, എന്നാണ് തീരുക എന്നുള്ളത്. എന്റെ വിഷമം കണ്ടത് കൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും നോമ്പ് തീരുന്നത് വരെ ഇനി പരസ്പരം ബോംബിടണ്ട എന്നാണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും പറഞ്ഞിരിക്കുന്നത്. നോമ്പ് തീർന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് ബോംബിടാം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിലെന്തായാലും വലിയ ആശ്വാസമുണ്ട്. അതൊന്ന്. പക്ഷേ ഈ ഇറാനിലേക്ക് വരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണപ്പാടങ്ങളിൽ ഒന്നായ സൗത്ത് പാർസ് ഗ്യാസ് പാടത്തിന് നേരെ ഇന്നലെ US-ഉം ഇസ്രായേലും ആക്രമണം നടത്തി. ഇത് വലിയ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. എണ്ണപ്പാടത്തിന് നേരെ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനി എങ്ങനെ അണയ്ക്കും എന്ന് അറിയില്ല. എന്തായാലും ഈ എണ്ണപ്പാടത്തിന് നേരെ ആക്രമണം ഇസ്രായേലും അമേരിക്കയും ഒരുമിച്ച് ചേർന്ന് നടത്തിയപ്പോൾ ഈ GCC രാജ്യങ്ങൾ പോലും ഞെട്ടിപ്പോയി. കാരണം ഖത്തർ പറഞ്ഞത് നിങ്ങൾ കാണിച്ചത് നെറുകേടാണ് എന്ന് ഇസ്രായേലിനോട് ഖത്തർ പറഞ്ഞു. അപ്പൊ ഇസ്രായേൽ ചോദിച്ചാൽ അതെന്ത് പറ്റി? അത് ഞങ്ങൾക്കും കൂടെ ഷെയർ ഉള്ള ഒരു എണ്ണപ്പാടമാണ്, അവിടെ അടിക്കാൻ പാടില്ല, ഇനിയാണ് യഥാർത്ഥ പ്രതിസന്ധി തുടങ്ങുക എന്ന് പറഞ്ഞു. മിനിറ്റുകൾക്കകം പോട്ടെ, മണിക്കൂറുകൾക്കകം 5 ലൊക്കേഷൻ കൃത്യമായി ഇറാൻ ടാർഗറ്റ് ചെയ്തു. ഇസ്രായേലിനെയും UAE അല്ല, നമ്മുടെ അമേരിക്കയും വിറപ്പിച്ചുകൊണ്ട് ഈ മിഡിൽ ഈസ്റ്റിൽ വലിയ രീതിയിൽ ഇറാൻ ആക്രമണം നടത്തുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഇതിൽ ഇന്ത്യയിലേക്ക് ഗ്യാസ് വിതരണം നടത്തുന്ന ഖത്തറിന്റെ LNG പ്ലാന്റ് കൂടെ ഉണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ ഒരു വാർത്തയാണ്. ഇനിയിപ്പോ അവിടെ നിന്ന് നമുക്ക് LNG പ്രതീക്ഷിക്കേണ്ട എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ 12 മുസ്ലിം രാഷ്ട്രങ്ങൾ ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. കാരണം വലിയ ആക്രമണമാണ് ഇറാൻ നടത്തിയത്. ആദ്യം 300 ഡ്രോൺ ആക്രമണം നടത്തി. ഇപ്പോ തന്ത്രങ്ങളെല്ലാം ഇറാൻ മാറ്റിക്കൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് പല ആൾക്കാരും നിരീക്ഷിക്കുന്നത്. ഇത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ രീതിയിലുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു എന്നും ഇപ്പോ പല ആൾക്കാരും പറയുന്നുണ്ട്. കാരണം ഈ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇറാൻ നിന്നതുപോലെയല്ല ഇപ്പോൾ ഇറാൻ നിൽക്കുന്നത്. പല റിപ്പോർട്ടുകളിൽ നമ്മൾ കാണുന്നുണ്ട്, ഇസ്രായേൽ അവിടെ അടിച്ചു, ഇവിടെ അടിച്ചു, ഇറാൻ ഇനി ബാലിസ്റ്റിക് മിസൈൽ ഇല്ല, ഇറാൻ തകരാൻ പോവുകയാണ്, ഇറാൻ തീരുകയാണെന്ന് പറയുമ്പോഴും ഇറാൻ ഓരോ ആക്രമണം കഴിയുന്തോറും അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഈ ഇറാന്റെ പ്രതികരണ ആക്രമണത്തിൽ ട്രംപ് ഒന്ന് ഭയന്നു എന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ എഴുതുന്നുണ്ട്. അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അറിഞ്ഞൂടെ. ട്രംപ് ഭയന്നാലും ട്രംപ് അത് കാണിക്കില്ല, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും ഇപ്പോ വലിയ രീതിയിൽ ഈ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ് ബിജേട്ടാ. ഭയപ്പെട്ടതുപോലെ സംഭവിച്ചു. ഇന്ത്യ വാതകം വാങ്ങുന്ന സ്ഥലത്തിന് നേരെ പോലും ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഇനിയിപ്പോ എന്താകും അങ്ങോട്ടേക്കുള്ളത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട്. അതിനിടയിൽ ഒരു ചെറിയൊരു വാർത്ത കൂടെ പറഞ്ഞത് വലിയൊരു ടോപ്പിക്കാണ്, നമുക്ക് വേറെ ചർച്ച ചെയ്യാനുള്ളത്. അപ്പുറത്ത് തായ്വാന്റെ അടുത്ത് 28 കപ്പൽ അതിർത്തിയിൽ കൊണ്ടിട്ടിരിക്കുകയാണ് ചൈന എങ്ങാനും തായ്വാനിൽ ഇൻവേഷൻ ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, ലോകത്തൊരു സാമ്പത്തിക മാന്ദ്യത്തിലോട്ട് ലോകം പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായിരിക്കും ഇതിന്റെയൊക്കെ അവസാനം? ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞു ഇറാന്റെ അവസാന ഓപ്ഷൻസ് എന്തായിരിക്കുമെന്ന്. പ്രേക്ഷകർക്ക് ഈ നമ്മുടെ ചാനൽ കൃത്യമായി കണ്ടുപോകുന്ന പ്രേക്ഷകർക്ക് അത് കൃത്യമായി അറിയാൻ പറ്റും. അന്നൊരു പ്രവചന സ്വഭാവമൊന്നും അല്ലായിരുന്നു, നമ്മൾ കറക്റ്റ് കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, ഹോർമുസ് കടലെടുക്ക് ഇറാൻ തകർക്കും. 2, മിഡിൽ ഈസ്റ്റിലുള്ള ഈ ഗൾഫ് രാഷ്ട്രങ്ങൾ GCC രാജ്യങ്ങളുടെ ഈ എണ്ണ വാതക പ്ലാന്റുകൾക്ക് നേരെ കനത്ത ആക്രമണം നടത്തും. ഒപ്പം തന്നെ അവരുടെ ജലസ്രോതസ്സുകൾ തകർത്തുകളയും. അതായത് വലിയ സാമ്പത്തിക യുദ്ധത്തിലേക്കാണ് ഇറാൻ ഇനി നീങ്ങുന്നത് എന്ന് നമ്മൾ പറയുകയുണ്ടായി. ഏതായാലും ഹോർമുസ് കടലെടുക്ക് ഒരു ഡെമോക്രസിന്റെ വാള് പോലെ നിൽക്കുന്ന സാഹചര്യം. മറ്റിടത്ത് ഇന്നലെ UAE-യുടെ ഏറ്റവും വലിയ ഒരു പ്ലാന്റിന് നേർക്ക് എണ്ണ റിഫൈനറിക്ക് നേരെ അവരടിച്ചു. രണ്ടാമത്തെ കാര്യം, സൗദി അറേബ്യയിൽ 2 പ്ലാന്റുകൾ അവർ തകർത്തു. അതിൽ റിയാദിലടക്കം അവർ ബോംബ് സ്ഫോടനങ്ങൾ നടത്തി. മറ്റൊന്ന്, ഖത്തറിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ LNG ടെർമിനൽ പ്ലാന്റിന്റെ നേർക്ക് അവർ ആക്രമണം നടത്തി. അവിടെ പിന്നെ അത് നേരത്തെ തന്നെ കൂട്ടിയിരിക്കുന്നത് ആയതുകൊണ്ട്
ഒരു വലിയ കാഷ്വാലിറ്റി ഉണ്ടായില്ല. പക്ഷെ ഇത് ഇറാൻ ചെയ്തത് വളരെ നേരത്തെ തന്നെ, ഇന്നലെ രാത്രിയിൽ ഇറാൻ വലിയൊരു മുന്നറിയിപ്പ് GCC രാജ്യങ്ങൾക്ക് കൊടുത്തിരുന്നു. അവിടുത്തെ പറഞ്ഞത് നിങ്ങളുടെ ഈ പ്ലാന്റുകൾക്ക്, അതായത് എണ്ണ ശുദ്ധീകരണശാലകൾക്കും ഒപ്പം തന്നെ LNG അടക്കമുള്ള വാതകങ്ങളുടെ ശുദ്ധീകരണ പ്ലാന്റുകൾക്കും അടുത്തൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ, സിവിലിയൻസിനുണ്ടെങ്കിൽ അവരെത്രയും പെട്ടെന്ന് മാറണം, ഞങ്ങൾ അടിക്കാൻ പോവുകയാണ്, കാഷ്വാലിറ്റി ഉണ്ടായപ്പോൾ ഞങ്ങളെ പറയരുതെന്ന് പറയുകയും ഏതാണ്ട് ഒരു മണിക്കൂറുടെ ശേഷമാണ് ഈ ആക്രമണം നടന്നിരിക്കുകയും ചെയ്തിരിക്കുന്നത്. അതായത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഈ GCC രാജ്യങ്ങളെ കൂടെ, അതായത് ഇറാൻ പണ്ട് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അവർ പറഞ്ഞത് ഞങ്ങൾ മുങ്ങുകയാണെങ്കിൽ നിങ്ങളെ കൂടെ മുക്കും, ഞങ്ങൾ ഒറ്റയ്ക്കല്ല മുങ്ങുന്നത് എന്ന് പറഞ്ഞിരുന്നു. ഏതാണ്ട് അതിന് സമാനമായ രീതിയിലേക്ക് മുമ്പോട്ട് പോകുന്നു. ഇതേ സമയം തന്നെ ട്രംപ് കൂടുതൽ പട്ടാളക്കാരെ ഇറക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. വലിയ അവരുടെ യുദ്ധക്കപ്പലുകളും പട്ടാളക്കാരും ഒക്കെ ആയിട്ട് അവിടെ നീങ്ങുന്നു. അതായത് അവസാന പോരാട്ടത്തിലാണ് ഇറാൻ ഒരുങ്ങുന്നത്. കാരണം അവരെ സംബന്ധിച്ച് ഈ യുദ്ധം എന്ന് പറഞ്ഞ നിർണായക വഴിത്തിരിവിലേക്ക് എത്തി. ഇതുവരെ അവര് ഈ പരസ്പരം ഇറാന്റേതായാലും, അവിടെയാണ് ഈ ഖത്തർ പറഞ്ഞതിന് വലിയ ഇമ്പോർട്ടന്റ് വരുന്നത്, ഇറാന്റേതായാലും ഖത്തറിന്റേതായാലും സൗദിയുടേതായാലും ഒന്നും അന്നത്തിൽ കൈവച്ചിരുന്നില്ല. ഈ അന്നം എന്ന് പറയുന്ന ആ രാജ്യങ്ങൾ, GCC രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട അന്നം എന്ന് പറയുന്നത് എണ്ണ തന്നെയാണ്. ആ എണ്ണയിൽ കൈവച്ചിരുന്നു, രണ്ടു കൂട്ടരും എണ്ണയിൽ കൈവച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു, അതിലേക്ക് കൈവെക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി അവശേഷിക്കുന്ന ഈ ജലസ്രോതസ്സുകൾ ഇല്ലെങ്കിൽ ഈ ജലപ്ലാന്റുകൾ നിരക്കുള്ള ആക്രമണം കൂടിയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ പെട്ടുപോവുക തന്നെ ചെയ്യും. കാരണം യുദ്ധം ആരെയും വിജയിപ്പിക്കില്ല എന്ന് എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ തന്നെ ഇതിനകത്ത് സാധാരണപ്പെട്ടവരെ ഒരുപാട് പേരെ ബാധിക്കുന്ന ഒരു വിഷയമാണിത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത് കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു വിഷയം, ഇതേ സമയം തന്നെയാണ് ചൈന തായ്വാന്റെ അടുത്തേക്ക് 28 പടക്കപ്പലുകൾ അയച്ചുകൊണ്ട് ഒരു അന്വേഷണം നടത്താൻ. ഇതിനോട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു വാർത്തകളുണ്ട്. ഉത്തര കൊറിയ ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിച്ചു എന്ന് മാത്രമല്ല, ഉത്തര കൊറിയ ഒരു തുറന്ന ഭീഷണി ഇപ്പോൾ മുഴക്കിയിട്ടുണ്ട്. ഉത്തര കൊറിയ പറയുന്നത് ഈ ദക്ഷിണ കൊറിയയോ ജപ്പാനോ വേറെ എന്തെങ്കിലും രീതിയിൽ പ്രവർത്തിക്കാൻ തയ്യാറെടുക്കുകയാണ്, ഞങ്ങൾ ആക്രമിക്കുമെന്ന്. കാരണം ഈ തായ്വാനിലേക്ക് ചൈനയുടെ ഒരു ചെറിയ മൂവ്മെന്റ് നടന്നാൽ സ്വാഭാവികമായി തന്നെ ജപ്പാനും ദക്ഷിണ കൊറിയയും അതിനെ പ്രതിരോധിക്കുമെന്ന് നേരത്തെ തന്നെ അവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ്. അങ്ങനെ ഒരു പ്രതിരോധം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി ഉത്തര കൊറിയയോട് ഏർപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ ആ യുദ്ധം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇറാൻ അമേരിക്ക വാറ് കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ട്. അതിനിടയിലാണ് നമുക്കൊരു ആശ്വാസം പോലെ ഈ അഫ്ഗാനിസ്ഥാനും ഈ പറയുന്ന പാകിസ്ഥാനും ഈ പെരുന്നാൾ പ്രമാണിച്ച് യുദ്ധം നിർത്തിവെച്ചു എന്നുള്ളൊരു കാര്യം ചെറിയൊരു ആശ്വാസമാണ്. അതിനൊരു ആശ്വസിക്കാൻ വകയൊന്നുമില്ല. ഒരു ഷോർട്ട് ടൈമിലേക്കുള്ള ഒരു ചെറിയ വെടിനിർത്തൽ മാത്രമാണത്. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം, ഇറാൻ അവരുടെ സർവ്വശക്തിയും എടുത്ത് അവർ പ്രതിരോധിക്കുന്നു. ഇവിടെ പ്രതിരോധിക്കുന്നു പറയുമ്പോൾ അമേരിക്ക ആക്രമിക്കുന്നതെന്നല്ല, അമേരിക്കയുടെ സഖ്യകക്ഷികളായി നിലകൊള്ളുന്ന GCC രാജ്യങ്ങളുടെ നേർക്കാണ് അത് ആക്രമണം അഴിച്ചുവിടുന്നത് എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു വശം. GCC രാജ്യങ്ങൾ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ പോലും അവരുടെ വ്യോമത്താവളങ്ങളും മറ്റും ഇറാന് നൽകുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രത്യാഘാതം, ഒരു തിരിച്ചടി ഇറാൻ നൽകാൻ എളുപ്പത്തിൽ കഴിയുന്ന സ്ഥലങ്ങളും GCC തന്നെയാണ്. ഇവിടെയാണ് അമേരിക്ക വലിയ സന്നാഹ ഇക്കാലം അത്രയും ഒരുക്കിയ താട് ഇല്ലെങ്കിൽ മറ്റ് എയർ ഡിഫൻസ് സിസ്റ്റങ്ങള്, പ്രതിരോധ സംവിധാനങ്ങളെല്ലാം പൊളിച്ച് എഴുതിക്കൊണ്ടാണ് ഇവരുടെ ഈ ആക്രമണം നടക്കുന്നത് എന്നുള്ളതാണ്. ഈ എണ്ണം പറഞ്ഞ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമ്പോഴത്തേക്ക് അമേരിക്കയുടെ പ്രതിരോധ സംവിധാനം ഇവിടെ പാളുന്ന കാഴ്ചയുമുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു, ലോകത്തിന്റെ മുഴുവൻ എണ്ണ ഇനി അമേരിക്ക നിയന്ത്രിക്കും, $5 ട്രില്യൺ നമ്മൾ വരുമാനം ഉടനെ ഉയരാൻ പോവുകയാണ്. അങ്ങനെ എല്ലാ വർഷവും 5 ട്രില്യൺ വെച്ച് ഉയർന്നു കഴിഞ്ഞാൽ കുറഞ്ഞ വർഷം കൊണ്ട് നമ്മൾ ലോകത്തിന് അങ്ങ് വലിയ ഇതായി മാറും. എല്ലാം ഇപ്പൊ വെനസ്വലയുടെ എണ്ണ നമ്മുടെ ആയി എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഇനിയിപ്പോ ഈ മിഡിൽ ഈസ്റ്റിലെ എണ്ണ കൊണ്ടുപോയി വിൽക്കാൻ പറ്റുമോ ഇല്ലയോ എന്നറിയില്ല. ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇവിടുന്ന് ഒരു തുള്ളി എണ്ണയും കൊണ്ടുപോയി നിങ്ങൾ എങ്ങും കൊണ്ട് വിൽക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ്. ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ചെയ്തത് സിറിയ പോലെ, യമൻ പോലെ ഇല്ലെങ്കിൽ ഇറാഖ് പോലെയൊക്കെ കുറെ ഗ്രൂപ്പുകളെ, ഭീകര ഗ്രൂപ്പുകളെ ഉണ്ടാക്കിയെടുക്കാൻ അല്ലാതെ ഈ യുദ്ധം കൊണ്ട് എന്ത് നേടുമെന്ന് ചോദിച്ചാൽ ഒന്നും നേടാനില്ല. പക്ഷെ ട്രംപിനെ സംബന്ധിച്ച് ഇത് നീണ്ടു പോയിക്കൊണ്ടേയിരിക്കണം. സെപ്റ്റംബറിലാണ് അമേരിക്കയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ കാലം അത്രയും ഇത് നീട്ടിക്കൊണ്ടു പോകേണ്ടതായിട്ടുണ്ട്. കാരണം ഇനിയിപ്പം നിർത്തുക എന്നത് എന്തും പറഞ്ഞാണ് യുദ്ധം നിർത്തേണ്ടത്. അതാണ് ട്രംപിനെ കുഴക്കുന്ന കാര്യം. എന്തും പറഞ്ഞ് യുദ്ധം നിർത്തും. കുറച്ചു ദിവസം മുമ്പായിരുന്നെങ്കിൽ പറയാമായിരുന്നു ഞങ്ങൾ അവരുടെ പ്രധാനപ്പെട്ട എല്ലാം തീർത്തു എന്ന്. ഇതിപ്പോ എന്ത് പറഞ്ഞിട്ടാണ് യുദ്ധം തീർത്താനുള്ളത്? കാരണം ഇറാന് മറ്റും ഒതുങ്ങുന്നില്ല. ഈ സാഹചര്യത്തിൽ എന്ത് പറഞ്ഞ് നിർത്താൻ പറ്റും? ട്രംപ് ആയെന്ന് പറയും ഇന്നലെ രാത്രി ഇറാന്റെ ആളുകൾ എന്നെ വിളിച്ചിരുന്നു, എത്രയും പെട്ടെന്ന് തീർക്കാമെന്ന്, ഞാൻ ഇടപെടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ശ്രമിക്കുന്ന പണി ഗാർഗ എന്ന് പറയുന്നത് ദ്വീപ് പിടിച്ചെടുക്കുക, ഹോർമുസിനകത്ത് ഒരു നിയന്ത്രണം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ യുദ്ധം നിർത്താം എന്നുള്ള രീതിയിലാണ് ട്രംപ് മുമ്പോട്ട് പോകുന്നത്. അത് എത്രത്തോളം സക്സസ് ആകും എന്നുള്ള കാര്യത്തിൽ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ യുദ്ധം തീർക്കാൻ ഒരു വഴിയില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് യുദ്ധം തീർക്കാനായിട്ട് മുൻകൈ എടുക്കാൻ പറ്റുന്ന ഒരേ ഒരു രാജ്യങ്ങൾ എന്ന് പറഞ്ഞ GCC രാജ്യങ്ങൾ തന്നെയാണ്. അവര് ഇതിൽ ഏർപ്പെട്ടുകൊണ്ട് അമേരിക്കയോട് ഫോഴ്സ് ചെലുത്തിക്കൊണ്ട് യുദ്ധം നിർത്താൻ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഒരു ഓപ്ഷൻ ആയിട്ട് അതിനകത്തുള്ളത്. ട്രംപിനും അതിനകത്ത് അംഗീകരിക്കാതിരിക്കാനും കഴിയില്ല. ആ ട്രംപിന് വലിയ നാണക്കേട് ഉണ്ടാകുന്ന വിഷയവുമല്ലത്. കാരണം അവരുടെ കൂടെയുള്ള സഖ്യകക്ഷികൾ അത് ആവശ്യപ്പെടുമ്പോൾ സ്വാഭാവികമായി തന്നെ ട്രംപിന് പറയാം, ശരി അവരെയും കൂടെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയാൻ കഴിയും. പക്ഷെ ഇവിടെ അത് ട്രംപ് അതിനും തയ്യാറാകുന്നില്ല. ഇവിടെയാണ് അതിന്റെ ഒരു രസം. അതായത് ഈ തല കൊണ്ടിട്ടുപോയി ഊരാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ അമേരിക്കയും ട്രംപ് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും 3 ആഴ്ചയെങ്കിലും ഇനിയും എടുക്കുമെന്നാണ് ഇപ്പോൾ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഒക്കെ സൈനിക മേധാവികളും ഒക്കെ നൽകുന്ന ഒരു വിവരം. ഇനിയും നീളും. ഇന്നലെ മിനിഞ്ഞാന്ന്
അവിടെ ഈ ട്രംപിന്റെ യുദ്ധ സെക്രട്ടറി രാജിവെച്ച് പുറത്തുപോയി. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ആവശ്യമില്ലാത്തൊരു യുദ്ധമാണ് ഈ ചെയ്തത്, നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത പണിക്കാണ് പോയത് എന്ന്. എന്തിനാണ് യുദ്ധം ചെയ്തത്? യുദ്ധ സെക്രട്ടറിയാണ് പോയത്, അതായത് യുദ്ധ വിഭാഗത്തിന്റെ അല്ലെങ്കിൽ യുദ്ധ വകുപ്പിന്റെ സെക്രട്ടറിയാണ് പോയത്. അദ്ദേഹം പറയുന്നു. അതിന് ട്രംപ് പറഞ്ഞത് എന്താണ്? ഭീരുവാണ്, അയാൾ വിട്ടുപോയെന്ന് പറഞ്ഞു. ഭീരുവായതുകൊണ്ടല്ല, ഇത് മുമ്പ് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ യുദ്ധത്തിന് പോകുന്നതിന് 2 ആഴ്ചക്ക് മുമ്പ് പെന്റഗണിൽ ഒരു റിപ്പോർട്ട് എത്തിയിരുന്നു സൈന്യത്തിന്റെ, നമ്മൾ ഈ ആവശ്യമില്ലാത്ത പണിക്ക് പോകരുത് എന്നുള്ളത്. കാരണം ഇതിൽ എന്തിനാണ് പോയെന്ന് ഇസ്രായേൽ ഇതിൽ വരുന്നു എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ്. കാരണം അവർക്ക് അവരുടേതായ ലക്ഷ്യമുണ്ട്. കാരണം അവരെ നിരന്തരം അറ്റാക്ക് ചെയ്യുന്ന ഹിസ്ബുള്ള, ഹൂത്തി, ഇല്ലെങ്കിൽ ഈ യമനിലും മറ്റുമൊക്കെ ഉള്ള ഹൂത്തികളായാലും മിലീഷ്യൻസ് ആയാലും ഒക്കെ അവരിൽ നിന്ന് അവർക്ക് രക്ഷ നേടണമെങ്കിൽ അവരുടെ ഗോഡ്ഫാദറായ ഇറാന്റെ പ്രധാനപ്പെട്ട കൈയും കാലും തല്ലി ഒടിക്കേണ്ടതായിട്ടുണ്ട്. അത് അവരുടെ ലക്ഷ്യമാണ്. ഓക്കെ, അത് സാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നിരന്തരമായിട്ട് ഇറാന്റെ നേതാക്കന്മാരെ കൊന്നൊടുക്കിയാൽ ആ രാജ്യം കീഴ്പ്പെടുത്താൻ പറ്റുമെന്നുള്ള വ്യാമോഹമാണ്. കാരണം ഇറാന്റെ സൈന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെറിയ ഗ്രൂപ്പുകളായി മാറും. അവർ ഭീകര ഗ്രൂപ്പുകളായി പലയിടത്തും തമ്പടിക്കാൻ തുടങ്ങും. കാരണം അവരുടെ കയ്യിൽ വെപ്പൺസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. നാളെ ഈ ഇറാൻ തകർന്നു പോയാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ടെഹ്റാനിൽ ഒരു ഗ്രൂപ്പ്, മറ്റ് ഈ ചബ്ബാറിൽ വേറൊരു ഗ്രൂപ്പ്, അങ്ങനെ ഓരോ പ്രവിശ്യയിലും ഓരോ ഗ്രൂപ്പുകളായിരിക്കും. ഈ ഗ്രൂപ്പുകൾ നിയന്ത്രിക്കുന്ന പ്രവിശ്യകളായി പിന്നെ മാറും. ഇറാഖിൽ നമ്മളത് കണ്ടതാണ്, യമനിൽ നമ്മൾ കണ്ടതാണ്, സിറിയയിൽ നമ്മളത് കണ്ടതാണ്, ലെബനിൽ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, അഫ്ഗാനിസ്ഥാനിൽ നമ്മൾ മുമ്പ് കണ്ടതാണ്. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇത് നമുക്കെന്താണ് എക്സാമ്പിൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരുപാട് കാര്യം, 1-2 കാര്യങ്ങളല്ലല്ലോ, എത്രയോ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു രാജ്യത്ത് വേറൊരു വിദേശ രാജ്യത്തിന് കയറി ഭരണം നടത്താൻ കഴിയില്ല. ഒന്നുമല്ലാതിരുന്ന കാലത്ത് ഈ ഭാരതത്തിൽ 200 വർഷം ഭരിച്ച ബ്രിട്ടീഷുകാരെയും പോർച്ചുഗീസുകാരെയും കെട്ടുകെട്ടിച്ച നാടാണ് ഇന്ത്യ. അന്ന് ഈ ഇന്ത്യയിൽ സംഘപരിവാർ ഇല്ല, ഇല്ലെങ്കിൽ ഇന്ത്യയിൽ BJP ഇല്ല, ഇല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം തന്നെ ഇല്ലായിരുന്നു. 602 കഷ്ണങ്ങളായി നിന്ന ചെറുനാട്ടു രാജ്യങ്ങളിലുള്ള ജനങ്ങളാണ് സംഘടിച്ചതിനെ തുരത്തി ഓടിച്ചത്. അത് ഗാന്ധിജി വെറുതെ ഉപവാസം കിടന്നുകൊണ്ട് മാത്രം കിട്ടിയ സ്വാതന്ത്ര്യ സമരമായിരുന്നില്ല. സംഘടിതമായ വിപ്ലവങ്ങളും പോലുള്ള പലയിടത്തും ഈ ബ്രിട്ടീഷുകാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ ഒളിച്ചോടുന്ന വന്ന സാഹചര്യങ്ങൾ അനവധി ഉണ്ടായിട്ടുണ്ട്. അവിടെ 800 കൊല്ലം ഈ ലോകം, ഈ രാജ്യം തന്നെ അടക്കി തേരോട്ടം നടത്തിയിരുന്ന മുഗളന്മാരെയും ഇസ്ലാമിക ഭരണകൂടത്തിനെയും കെട്ടുകെട്ടിച്ച നാടാണ്. ഈ രാജ്യത്ത് പോലും അന്ന് ഈ എന്താണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒന്നുമല്ലാതിരുന്ന കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. വിയറ്റ്നാം ഒന്നുമല്ലാതിരുന്ന കാലത്ത് അമേരിക്കയ്ക്ക് അവിടെ പിന്തിരിഞ്ഞോടേണ്ടി വന്നിട്ടുണ്ട്. ഇറാഖിൽ അവർക്ക് കൈപൊള്ളിയിട്ടുണ്ട്, അഫ്ഗാനിസ്ഥാനിൽ പൊള്ളിയിട്ടുണ്ട്, സിറിയയിലും യമനിലും പൊള്ളിക്കൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ തെളിവുകളായിട്ട് നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇറാൻ പോലെ ഒരു വലിയ രാജ്യത്ത് കയറിയിട്ട് മതപരമായ ഷിയകൾക്ക് ഉള്ള ഒരേ ഒരു രാജ്യം ഇറാനാണ്. ആ മതപരമായ രാജ്യത്ത് ഈ ട്രംപിനെ കയറ്റി ഭരിപ്പിക്കുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഒരുപക്ഷെ പിടിച്ചെടുക്കാൻ പറ്റിയേക്കാം. പക്ഷെ ഇത് എത്ര നാൾ കൺട്രോളിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. അവിടെ ഒരു തൂത്തെറിയപ്പെടലുണ്ടാകും വളരെ സമർത്ഥമായി തന്നെ. നമ്മൾ കണ്ടതാ, കുറച്ചൊക്കെ സേഫ് ആണെന്ന് നമ്മൾ കരുതി ബംഗ്ലാദേശിൽ എന്തായിരുന്നു, 8 ദിവസം കൊണ്ടല്ലേ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഇടിച്ചു കയറുകയും ആ ഭരണം അവിടെ അട്ടിമറിക്കപ്പെടുകയും യുഎസ് അധികാരത്തിലേറുകയും ചെയ്ത കാര്യം നമ്മൾ കണ്ടതാണ്. ശ്രീലങ്ക തകരില്ലെന്ന് കരുതി ശ്രീലങ്കയിൽ നമ്മൾ കണ്ടതാണ്. പക്ഷെ അത് തിരിച്ചുപിടിക്കാൻ അവർക്ക് പറ്റി. പിന്നെ പലയിടത്തും നമ്മളത് കണ്ടതാണ്. അപ്പം ഇത് വരാൻ അതും വേണ്ട. ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസം ഈ പിടിപിടിപ്പെട്ടവരുടെ ലക്ഷ്യം ഇത് തന്നെയാണ്. ഇന്ത്യയിൽ ഒരു കലാപം ഉണ്ടാക്കി, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി ഈ രാജ്യം പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ യുദ്ധം നീണ്ടുപോകാനുള്ള സാധ്യത കുറച്ചുകൂടി രൂക്ഷമാകുന്നു എന്നുള്ളതാണ് ഇതിൽ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം.